കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്തു കൊന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 1 മുതൽ 6 പ്രതികളെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്ത് പോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പൊട്ടോരി മൂലയിലെ അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2 പ്രതികളെ വെറുതെ വിട്ടു. കുമ്പള ബദരിയ നഗറിലെ മാങ്ങാമുടി എന്ന അബൂബക്കർ സിദ്ദിഖ്, പേരാൽ സ്വദേശികളായ ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ഹാരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ പരിക്കേറ്റ നൌഷാദിനും 6 ലക്ഷം രൂപ കൊല്ലപ്പെട്ട അബ്ദുൽ സലാമിന്റെ കുടുംബത്തിന് നൽകണമെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ മുഖവിലക്കെടുത്ത് കോടതി അത് ശരിയാണെന്ന് കണ്ടെത്തുകയും നല്ലൊരു വിധി പറയുകയുണ്ടായി. അതിലിപ്പം 1 മുതൽ 6 വരെ പ്രതികളെയാണ് ലൈഫ് ഇംപ്രിസൺമെന്റിന് ശിക്ഷിച്ച. ബാക്കി 2 പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണ് കോടതി പറഞ്ഞിട്ടില്ല. 2017 ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകനായ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കുമ്പള പേരോൾ റോഡിലെ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് സിദ്ദിഖിനെയും കൂട്ടാളികളെയും ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അതിക്രൂരമായാണ് അബ്ദുൽ സലാമിനെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തല ഉടലിൽ നിന്നും വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്തുപോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബദരിയ നഗറിലെ നൌഷാദിനും കുത്തേറ്റിരുന്നു. ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. 2014 മാർച്ച് 27-ന് കുമ്പള മുൻ പഞ്ചായത്ത് അംഗം അഹമ്മദിന്റെ മകൻ ഷഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട അബ്ദുൽ സലാം. മണലെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അന്ന് ഷഫീഖിന്റെ കൊലയ്ക്ക് കാരണമായത്. ഈ കേസിൽ ജയിലിലായിരുന്ന സലാം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയായിരുന്നു. 53 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളും അടക്കം 16 തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. കുമ്പള CI ആയിരുന്ന ഇപ്പോഴത്തെ ബേക്കൽ DYSP VV മനോജാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.